പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി എന്ന കേദാർനാഥ് അഗ്രവാളിന്റെ ഈ കവിതയുടെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗൂൻ ചാടത്തി ഹുയി സേ ആപ്നെ ക്യാ സമജ? ഗൂൻ ചാടത്തി വായു. നമ്മൾ ആ കവിതയിൽ പഠിച്ചിട്ടുണ്ട്, ഗൂൻ ചാടത്തി വായു. ഇതിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ നോക്കാം. ബഹുത്ത് അധിക് പരേശാൻ കർന അഥവാ कठिन परिस्थितियों का सामना करते हुए ही किसान खेत में हल चलाता है. വളരെയധികം വിവശനാവുക എന്നാണ് ഇതിന്റെ അർത്ഥം എന്നാണ് പറഞ്ഞത്. ഗൂൻ ചാടത്തി വായു അങ്ങനെ പറഞ്ഞാൽ എന്താണ്? വളരെയധികം വിവശനാവുക, പരവശനാവുക. ബഹുത്തധികം പരേശാൻ കർണ. ഇത് മാത്രം എഴുതിയാലും മതി. അതല്ല 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെ എഴുതാം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. टेरोम अन्न उपजाने के लिए किसान को किन किन का सामना करना पड़ता है? टेरोम अन्न उपजाने के लिए किसान को किन किन का सामना करना पड़ता है എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രതികൂല മൗസം और कठिन परिस्थितियों का सामना करना पड़ता है. പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയെയും അതുപോലെ തന്നെ വളരെ വിഷമകരമായിട്ടുള്ള പരിസ്ഥിതിയെയും അവർക്ക് സാമന കർണ നേരിടേണ്ടതായിട്ട് വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, किसान को मिट्टी का पूर्ण पारगी क्यों कहा गया है? കർഷകനെ മണ്ണിന്റെ പരീക്ഷകൻ എന്ന് ഈ കവിതയിൽ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? മണ്ണിന്റെ പരീക്ഷകൻ എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഉസ്കാ ജീവൻ മിട്ടി കെ സാത്ത് ഹി ബിതാത്തെ ഹെ. അവരുടെ ജീവിതം മണ്ണിനോടൊപ്പം അവർ ചിലവഴിക്കുന്നു. വഹ് മിട്ടി കാ സാത്തി ഹെ. അവർ മണ്ണിന്റെ കൂട്ടുകാരാണ്. വഹ് ജാൻതാ ഹെ കി മിട്ടി മേ ഫസൽ കൈസി ഉപജായി ജായേ. അവർക്ക് അറിയാം മണ്ണിലെ വിളവ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവരെ മണ്ണിന്റെ പരീക്ഷകൻ എന്ന് പറയുന്നത്. ഇത്രയും പഠിക്കാൻ വിഷമമുള്ളവര് ഇതായി ലാസ്റ്റ് പഠിച്ചാൽ മതി. ബഹ് ജാൻതാ ഹെ കി മിട്ടി മേ ഫസൽ കൈസി ഉപജായി ജായേ. അവന് അറിയാം മണ്ണിൽ വിളവ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്, അതിന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പരീക്ഷണം ചെയ്യണം എന്നുള്ളത് ഒരു കർഷകൻ അറിയാം. അതുകൊണ്ടാണ് കർഷകനെ മണ്ണിന്റെ പരീക്ഷകൻ എന്ന് പറയുന്നത്. ഈ വഹ് ജാൻതാ ഹെ മുതൽ ഈ ലാസ്റ്റ് വരെ പഠിച്ചാൽ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അടുത്തത്, തൻകി ഗാദ് മിലാന കാ മത്ലബ് ക്യാ ഹെ? തൻകി ഗാദ് മിലാന. തൻ എന്ന് പറഞ്ഞാൽ ശരീരം. ശരീരത്തിന് അത് നമ്മളിതിന്റെ ഒറ്റ വാക്കത്തിൽ പഠിച്ചതാണ്. മീനിങ്ങിൽ ഇവിടെ ലാസ്റ്റ് നിങ്ങൾക്ക് മീനിങ് ഉണ്ടല്ലോ, അതിലുണ്ട്. അതന്നെ ആൻസർ ആയിട്ട് എഴുതി വെച്ചാലും മതി, അത് കറക്റ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് മീനിങ്ങിൽ ഇവിടെ വരുന്നുണ്ട് തൻകി ഗാദ്. തൻകി ഗാദ് മിലാക്കർ കഠിന ശാരീരിക പരിശ്രമക്കർ. കണ്ടല്ലേ, കഠിന ശാരീരിക പരിശ്രമക്കർ എന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ആൻസർ എഴുതിയത് കഠിൻ പരിശ്രമം ദ്വാരാഹി വഹ് അന്ന ഉപജാത്ത ഹെ. കഠിന പരിശ്രമം കൊണ്ടിട്ട്, കഠിനമായ പരിശ്രമം കൊണ്ട് അവര് അന്നം ഉൽപ്പാദിപ്പിക്കുന്നു. അന്നം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് കഠിനമായി പ്രയത്നിക്കുന്നു എന്നാണ് പറഞ്ഞത്. കണ്ടോ? ഇനി അടുത്തത് നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ വന്നിരിക്കുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ അവിടെ തനിക്ക് ഗാദ് മിലാന കാ മത്ലബ് ക്യാ ഹെ നമ്മൾ നോക്കിയില്ലേ. ഇനി ഉള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഗേത്തി സെ സംബന്ധ് രഘുവാലെ ശബ്ദ് കവിതാ സെ പഹചാൻ കർ ലിഖിയേ. ഗേത്തി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശബ്ദങ്ങൾ ഈ കവിതയിലുണ്ട്. അത് നിങ്ങളോട് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 ഉദാഹരണമായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ജുവ എന്നും ബീജ് എന്നും. ബീജ് ഇത് 2 നമ്മൾ പഠിച്ചതാണല്ലേ. ഇനി അടുത്തത് ഞാൻ എഴുതി വെച്ചതാണ് ഗാദ്. ഗാദ് പറഞ്ഞ വളം, അതും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫസൽ വിളവ്, ജോത്ത് ഡാൽന ഉഴുതു മറിക്കുക, കുസി കലപ്പയുടെ മൂർച്ചയുള്ള ഭാഗം, കൊഴു
കലപ്പയുടെ മൂർച്ചയുള്ള കോഴു. നിങ്ങൾക്ക് മീനിങ് ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആ ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ള അടുത്ത പേജിൽ തന്നെ ഉണ്ട്. നിങ്ങൾ അത് നോക്കിയിട്ട് കണ്ട് പഠിക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. किसान अपनी जिंदगी और व्यतीत करता है जिंदगी कैसे व्यतीत करता है കവിത के आधार पर പൂർത്തി കരേ. കർഷകൻ എങ്ങനെയാണ് അവരുടെ ജീവിതം ചിലവഴിക്കുന്നത് എന്ന് കവിതയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടെണ്ണം നിങ്ങൾക്ക് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. കിസാൻ വർഷ और धूप में काम करता है. കർഷകൻ മഴയത്തും വെയിലത്തും പണിയെടുക്കുന്നു. കിസാൻ മിട്ടി കാ മർമ്മ സമജ്താ ഹെ. കർഷകൻ മണ്ണിന്റെ മർമ്മം അറിയുന്നു. കർഷകന് മണ്ണിന്റെ മർമ്മം അറിയാം. മനസ്സിലായില്ലേ? നമുക്ക് കിസാൻ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, മിട്ടിക്ക, അതിന് ഈ ആൻസർ എഴുതി കൊടുക്കുക. അത് ഇത് എഴുതിയാലും കറക്റ്റ് ആണ് കേട്ടോ. കിസാൻ മിട്ടിക്ക മർമ്മ സമജ്താ ഹെ ഇസ്ലിയെ ഉസേ മിട്ടിക്ക പരീക്ഷയ്ക്ക് കത്താ ഹെ എന്ന് പറയാം. ഇനി ഇതിന്റെ ആൻസർ എങ്ങനെയാണ് എഴുതിയെന്ന് നോക്കാം. മിട്ടി മേ ഗാദ് മിലാക്കർ ബീജ് ബോത്താ ഹെ. മിട്ടി മേ ഗാദ് മിലാക്കർ ബീജ് ബോത്താ ഹെ. മണ്ണില് വളമിട്ടിട്ട് അവര് വിത്ത് വിതയ്ക്കുന്നു. ധർത്തി കെ സാത്ത് ജീത്താ ഹെ. ഭൂമിയുടെ കൂടെ, മണ്ണിന്റെ കൂടെ അവര് ജീവിക്കുന്നു. ധർത്തി എന്നുള്ളത് മിട്ടി, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. മിട്ടി കെ സാത്ത്, ധർത്തി കെ സാത്ത് ജീത്താ ഹെ. കിസാൻ വർഷ और धूप में काम करता है. കർഷകൻ മഴയിലും വെയിലിലും ജോലി ചെയ്യുന്നു. കിസാൻ മിട്ടി കാ മർമ്മ സമജ്താ ഹെ. ഇത് അവിടെ തന്നതാണ് നിങ്ങൾക്ക്. മിട്ടി മേ ഫസൽ രൂപി സോനെ കാ സപ്ന ദേഖത്താ ഹെ. മണ്ണില് വിളവാകുന്ന സ്വർണം വിളയുന്നത് സ്വപ്നം കാണുന്നു. ബൈലോ കെ കന്തോ പർ ഹൽ രഖ്കർ മിട്ടി ജോദത്താ ഹെ. കാളകളുടെ ചുമലില് കലപ്പ വെച്ച് കെട്ടിയിട്ട് മണ്ണിനെ ഉഴുതുമറിക്കുന്നു. ഹർ നയേ വർഷ മേ ഗൂൻ പസീനെ കോ ഏക് കർക്കെ അന്ന ഉപജാത്താ ഹെ. ഓരോ പുതുവർഷത്തിലേക്കും വേണ്ടിയിട്ട് വളരെയധികം കഠിന പ്രയത്നം ചെയ്തിട്ട് അന്നം ഉൽപ്പാദിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കിസാനാണ്. എല്ലാത്തിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് എഴുതിയെടുക്കുക. ഉണ്ടോ? 1, 2, ഇത് നിങ്ങൾക്ക് അവിടെ തന്നതായതുകൊണ്ടാണ് അങ്ങനെ ഡോട്ട് ഇട്ട് എഴുതിയത് കേട്ടോ. 3, 4, 5, 6, ഇത് നിങ്ങൾക്ക് ഇവിടെ തന്നതാണ്. ഇനി അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. കവിതാ സെ നിമ്നലിഖിത ആശയ വാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേ. കവിതയിൽ നിന്നും താഴെ തന്നിരിക്കുന്ന വരികൾ, അതേ ആശയം വരുന്ന ഈ താഴെ തന്ന ആശയം ഉണ്ടല്ലോ, ഈ വരികളുടെ ആശയമാണ് ഈ താഴെ തന്നത്. ഇതേ ആശയം വരുന്ന വരികൾ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞത്. किसान अपनी जिंदगी व्यतीत करके गीत में समृद्धि का स्वप्न देखता है. കർഷകൻ തൻ്റെ ജീവിതം ചിലവഴിച്ചുകൊണ്ട് തന്നെ വയലിൽ സമൃദ്ധിയുടെ സ്വപ്നം കാണുന്നു. അത് ഏത് വരിയാണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അത് ഈ കവിതയിൽ തന്നെ ഉണ്ട്. ഇവിടെ തന്നെയാണല്ലോ കവിത ഉള്ളത്. അപ്പോൾ കവിതയിൽ നമുക്ക് നോക്കാം. സപ്പന ദേഖത്താ ഹെ പറഞ്ഞിട്ടൊരു വരി ഉണ്ടല്ലോ അതില്, സോനേക്കാ സപ്പനതാ ഗബാ രഹാ ഹെ ജീവൻ അപ്ന ദേഖ് രഹാ ഹെ മിട്ടി മേ സോനെ കാ സപ്പന. അതാണ് ആ വരികള്. ഇനി അടുത്തത് ഏതാന്ന് നോക്കാം. സോറി, ഇത് തന്നെയാണുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് ഇതില് किसान कड़ी मेहनत से खेत को सदा उर्वर बनाता है और സ്വയം ജീവിത് रहता है. കിസാൻ വളരെയധികം ഭൂമിയിൽ പരിശ്രമം ചെയ്തിട്ട് ആ ഭൂമിയുടെ കൂടെ തന്നെ മണ്ണിനോടൊപ്പം ജീവിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ആ വരി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജോ മിട്ടിക്ക പൂർണ്ണ ഭാരക്കി ജോ മിട്ടിക്കെ സംഗ് സാത്ത് ഹി. അത് എപ്പോഴും മണ്ണിന്റെ കൂടെ ഉണ്ട്. കണ്ടോ? ജോ മിട്ടിക്കെ സംഗ് സാത്ത് ഹി തബ് കർ ഗൽക്കർ മർക്കർ ഗബാ രഹാ ഹെ ജീവൻ അപ്ന. ഇനി അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? അതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതാണ് പഠേ സമജേ ഓർ ലിഖേ. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഒരു ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്. മേ മൈദാൻ മേ ജാക്കർ കേൾത്താ ഹെ. ഈ ജാക്കർ എന്നുള്ള എടുത്തിട്ടാണ് അങ്ങനെ സെന്റൻസ് ഉണ്ടാക്കിയത്. മനസ്സിലായ? സെന്റൻസ് ഉണ്ടാക്കാനാണ്. ഇവിടെയുള്ള ജാക്കർ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു സെന്റൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്.
ടെക്സ്റ്റ് ബുക്കിലുണ്ട് അത്. ഇനി നമുക്ക് ബാക്കി 2, 3, 5 സെൻറ്റൻസ് നമുക്ക് ഇവിടെ ഉണ്ടാക്കണം. അതിനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ, 5 ഉണ്ടാക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് 5 സെൻറ്റൻസ് ഉണ്ടാക്കണം. ഗർജിക്കർ എന്ന് പറഞ്ഞാൽ ഗർജിക്കുക. തബുക്കർ നേരത്തെ നമ്മൾ പഠിച്ചതാണ്. തബുക്കർ എന്താണ്, കത്തി ജ്വലിക്കുക പഠിച്ചതാണ് അല്ലേ. ബർസാക്കർ, ഡൂബുക്കർ, മർക്കർ അതൊക്കെ നമ്മൾ കവിതയിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ആൻസർ ഇതാ ഇവിടെ. മേ മൈദാൻ മേ ജാക്കർ ഖേൽത്താ ഹൂം. बादल गरज कर आता है, लोहा आग में तब कर गिरता है, फल बरसा कर ही वसंत ऋतु आती है, समुद्र में डूबकर ही मोती निकालता है, महान व्यक्ति मरकर भी अमर होते हैं. ഇതിൻ്റെയൊക്കെ മീനിങ്ങും കൂടെ നോക്കാം. മേ മൈദാൻ മേ ജാക്കർ ഖേൽത്താ ഹൂം, ഞാൻ മൈതാനത്തിൽ പോയിട്ട് കളിക്കുന്നു. ബാദൽ ഗർജിക്കർ ആത്താ ഹെ, മേഘം ഗർജിച്ചു കൊണ്ടുവരുന്നു. ലോഹ ആഗമേ തബക്കർ ഗൽത്താ ഹെ, ഇരുമ്പ് അഗ്നിയില് എന്താവുന്നു, ചൂടായിട്ട് ഉരുകുന്നു. ഫൂല് ബർസാക്കർ ഹി ബസന്ത് ഋതു ആത്തി ഹെ, പൂക്കൾ പൊഴിച്ചുകൊണ്ട് വസന്ത ഋതു വരുന്നു. പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴും വസന്തകാലത്തിൽ, പൂ വിരിഞ്ഞിട്ട് ഇങ്ങനെ കൊഴിയൂലേ. അതായത് ബർസാന പറഞ്ഞാൽ വർഷിക്കുക എന്ന് പറയും, താഴേക്ക് ഇങ്ങനെ വീഴുക. സമുദ്രമേ ഡൂബക്കർ ഹി മോത്തി നികാൽത്താ ഹെ, സമുദ്രത്തിൽ മുങ്ങിയിട്ട് മുത്തെടുക്കുന്നു. മഹാൻ വ്യക്തി മർക്കർ ബി അമർ ഹോത്തെ ഹെ, മഹത്തായ വ്യക്തികൾ മരണത്തിന് ശേഷവും ജീവിക്കുന്നു. അവർ മരിച്ചതിന് ശേഷവും മറ്റുള്ളവരിലൂടെ ജീവിക്കൂലേ, ആ മഹത് വ്യക്തികൾ മരണത്തിന് ശേഷവും ജീവിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കവിതാക്ക് ആസ്വാദൻ ടിപ്പണി ലിഖിയേ. നമ്മൾ ഈ പഠിച്ച കവിത ഉണ്ടല്ലോ, ആ കവിതയ്ക്ക് ആസ്വാദൻ ടിപ്പണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ആസ്വാദൻ ടിപ്പണി നമുക്ക് നോക്കാം. ഇതാണ് കവിതയുടെ ആസ്വാദൻ ടിപ്പണി. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി, കവി കേദാർനാഥ് അഗ്രവാൾ ജി കി കവിത ഹെ. നിങ്ങൾക്ക് കവിതയുടെ ആശയം 5 മാർക്കിന് നിർബന്ധമായിട്ടും ചോദിക്കുന്നതാണ്, നന്നായിട്ട് പഠിക്കുക. ഈ ഭൂമി കർഷകന്റേതാണ് എന്ന കേദാർനാഥ് അഗ്രവാളിന്റെ കവിതയാണ്. അതായത് ഈ കവിത എഴുതിയിരിക്കുന്നത് കേദാർനാഥ് അഗ്രവാൾ ആണ് എന്നാണ് പറഞ്ഞത്. കിസാൻ ബൈലോ കെ കന്തോ പർ ഹൽ രഘുക്കർ മിട്ടി കോ ജോത്താ ഹെ, കർഷകൻ കാളകളുടെ പുറത്ത് തോളില് കലപ്പ വെച്ച് കെട്ടിയിട്ട് മണ്ണ് ഉഴുതുമറിക്കുന്നു. ബഹ് മിട്ടിമേ ഗാദ് മിലാത്താ ഹെ, അവൻ മണ്ണിൽ വളമിടുന്നു. ഓർ ബീജ് ബോത്താ ഹെ, എന്നിട്ട് വിത്ത് വിതയ്ക്കുന്നു. കിസാൻ വർഷ ഓർ ധൂപ് മേ കാം കർത്താ ഹെ, കർഷകൻ മഴയത്തും വെയിലത്തും പണി ചെയ്യുന്നു. ഹർ നയേ വർഷ മേ അപ്നെ ഗൂൻ പസീനെ കോ ഏക് കർക്കെ അന്ന ഉപജാത്താ ഹെ, ഓരോ പുതുവർഷത്തിലേക്കും വേണ്ടിയിട്ട് വളരെയധികം കഠിന പരിശ്രമം ചെയ്തിട്ട് അന്നം ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് എന്താ പറയാ, അതന്നെ അന്നം പറഞ്ഞാൽ മനസ്സിലായില്ലേ, നേരത്തെ നമ്മൾ പഠിച്ചതാണ്. അതിന് ആ വിളവുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നു. കിസാൻ മിട്ടി കാ മർമ്മ സമജ്താ ഹെ, കർഷകന് മണ്ണിന്റെ മർമ്മം അറിയാം. വഹ് ധർത്തി കെ സാത്ത് ജീത്താ ഹെ, അവൻ ഭൂമിയോടൊപ്പം ജീവിക്കുന്നു. കിസാൻ അപ്പനെ തൻകി ഗാദ് ഡാൽക്കർ, കർഷകൻ തൻകി ഗാദ് ഡാൽന നമ്മൾ കവിതയിൽ പഠിച്ചതാണ്. അതായത് കഠിന പരിശ്രമം ചെയ്തിട്ട് ഭൂമിയിൽ ജീവിക്കുന്നു. വഹ് മിട്ടി മേ ഫസൽ രൂപി സോനെ കാ സപന ദേഖ്താ ഹെ, അവൻ മണ്ണില് വിളവാകുന്ന സ്വർണം സ്വപ്നം കാണുന്നു. ഫസൽ ഉഗാക്കർ ഹി കിസാൻ മിട്ടി കോ ജീവത് രഖ്താ ഹെ, വിളവുണ്ടാക്കിക്കൊണ്ട് കർഷകൻ മണ്ണിനെ ജീവനുള്ളതാക്കി മാറ്റുന്നു. അവർ സ്വയം ജീത്താ ഹെ, എന്നിട്ട് സ്വയം ജീവിക്കുന്നു. ഇസ് പ്രകാർ ഏക് ധർത്തി ഉസ് കിസാൻ കി ഹെ, ഇപ്രകാരത്തിലുള്ള കർഷകന്റേതാണ് ഈ ഭൂമി. ഇസ് പർ മെഹനത്ത് കർക്കെ അന്ന ഉപജാത്താ ഹെ, ഇസ് പർ ഇങ്ങനെ ജോ ഇസ് പർ ആരാണോ ഈ ഭൂമിയിൽ വളരെയധികം പരിശ്രമിച്ചിട്ട് അന്നം ഉൽപ്പാദിപ്പിക്കുന്നത്, അവരുടേതാണ് ഈ ഭൂമി. അതാണ് ഈ കവിതയുടെ ആശയം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടിപ്പണി പർഗേം ഓർ ബോക്സ് മേ ഹാ യാ നഹീ ലിഖി, അതായത് നിങ്ങൾ ടിപ്പണി എഴുതിയല്ലോ, അപ്പൊ നമ്മൾ ടിപ്പണി കണ്ടു. ആ ടിപ്പണി എഴുതി കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഹാ എന്നെഴുതുക, ഇല്ലെങ്കിൽ നഹീം എന്നെഴുതുക. ഓക്കെ. കവി കാ പരിചയം, കവിന്റെ പരിചയം നമ്മൾ നൽകിയതാണ്, അവിടെ ഹാം എന്നെഴുതാം.
കവിതാക്ക പരിചയം, കവിതയുടെ പരിചയം നൽകി ഹാം എന്നെഴുതാം. ഈ ഹാം എന്നാണ് എഴുതേണ്ടത്. കവിതാക്ക ആശയം, കവിതയുടെ ആശയം കൊടുത്തു, ഹാം എന്നെഴുതാം. കവിതാക്കി വിശേഷതാവും ക ഉല്ലേഖ്, കവിതയുടെ വിശേഷത അത് കൊടുത്തു. അപ്പന മത്ത് ലിഖാഹെ, നിങ്ങളുടെ അഭിപ്രായം. ഇനി പ്ലക്കാർഡ് തയ്യാറാക്കാനാണ്. कृषभ दिवस पर आपके विद्यालय में जत्य निकाला जा रहा है, प्लക്കാർഡ് के लिए സന്ദേശവാക്യ लिखिए. ഇതിനു വേണ്ടിയുള്ള സന്ദേശവാക്യമാണ് എഴുതേണ്ടത്. ജീത്താ രഹേ കിസാൻ ഒന്ന് ഇവിടെ മോഡലായിട്ട് കാണിച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് നോക്കാം. ഞാനിവിടെ അതാ ഇതിന്റെ ആൻസർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാ ജീത്താ രഹേ കിസാൻ, കിസാൻ ഹേ തോ ഹം ഹേ, ഉണ്ടോ? കിസാൻ ഹേ തോ ഹം ഹേ, ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾ അടുത്തത് എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. सफलता के लिए परिश्रम की आवश्यकता है, നിമ്നലിഖിത ബിന്ദുവും पर ചർച്ച करें और लेख लिखिए. ഈ താഴെ തന്നിരിക്കുന്ന സെന്റൻസുകളൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? സഫലത के लिए परिश्रम की आवश्यकता है, വിജയത്തിന് പരിശ്രമം ആവശ്യമാണ് എന്നതിനെ കുറിച്ചിട്ട് ലേഖനം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? നോക്കാം ലേഖനം എങ്ങനെയാണ് എഴുതിയതെന്ന്. ഇവിടെ ഒരു ലേഖനമുണ്ട്, കണ്ടോ? ഇതാണ് ലേഖനം. പരിശ്രം ഹി സഫലതാക്ക ആധാർ ഹേ, പരിശ്രമമാണ് വിജയത്തിന്റെ അടിസ്ഥാനം. നമ്മൾ എന്ത് കാര്യവും നന്നായിട്ട് പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് വിജയം നേടാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ജീവൻ മേ സഫൽ ഹോനെ കെ ലിയെ പരിശ്രം കി ആവശ്യകത ഹോത്തി ഹെ, ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ പരിശ്രമിച്ചേ മതിയാവും, നന്നായിട്ട് പരിശ്രമിക്കണം, അത് ആവശ്യമാണ് എന്നാണ് പറഞ്ഞത്. ജീവൻ മേ ഹമേം കൈ കഠിൻ പരിസ്ഥിതിയോ കാ സാമന കർണ പടത്ത ഹെ, ജീവിതത്തിൽ നമുക്ക് പല പ്രയാസങ്ങളെയും മറികടക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കബി കബി ഹമേ ഹാർ കാ സാമന ഭി കർണ പടത്ത ഹെ, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തോൽവിയും സംഭവിക്കും. പരന്തു പരിശ്രമി വ്യക്തി ദക്കെ ബിന ഹമേശ ആകെ ബഡ്താ ജാത്താ ഹെ, എന്നാൽ പരിശ്രമിയായിട്ടുള്ള വ്യക്തി ക്ഷീണിക്കാതെ എന്താവുന്നു? ദക്കെ ബിന ഹമേശ എപ്പോഴും മുമ്പോട്ടേക്ക് തന്നെ പോകുന്നു. പരിശ്രമിയായ വ്യക്തിക്ക് ക്ഷീണമില്ല, ക്ഷീണിക്കാതെ അവൻ എന്ത് ചെയ്യും? മുമ്പോട്ടേക്ക് തന്നെ, ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ മുമ്പോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. പരിശ്രമം കർണേസേ സംഘർഷ് കം ഹോത്താ ഹെ, പരിശ്രമം ചെയ്യുന്നതിലൂടെ സംഘർഷം കുറയുന്നു. സമാജ് ഓർ ദേശ് കെ വികാസ് മേ പരിശ്രം കാ യോഗദാൻ രഹ്താ ഹെ, സമൂഹത്തിന്റെയും ദേശത്തിന്റെയും വികാസത്തിന് പരിശ്രം കാ യോഗദാൻ, പരിശ്രമം ആവശ്യമാണ്. ജീവൻ മേ പരിശ്രം കാ മഹത്വ ബഹുത്ത് അധിക ഹോത്താ ഹെ, ജീവിതത്തിൽ പരിശ്രമത്തിന്റെ മഹത്വം വളരെ വലുതാണ്. മനസ്സിലായോ? ഇതാണ് ആ ലേഖനം. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻ ഉള്ളത്. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കണ്ടോ? ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അതിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി ഇവിടേക്ക് ഇതാ മീനിങ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ മീനിങ് ഉണ്ട്, അതൊക്കെ നോക്കി പഠിക്കണം കേട്ടോ. ഫുൾ മീനിങ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കുക. നന്നായിട്ട് നോക്കിയിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ചിട്ട് പഠിക്കാം.